ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. നിങ്ങൾ ലെറ്റർ പഠിക്കാൻ പോവാണ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്. കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ലെറ്റർ കംപ്ലീറ്റ് സെറ്റ് ആക്കാൻ പോവാണ്. ഓൾറെഡി റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ദ ബോയ് ഇൻ ദ സ്റ്റോറി ലൈറ്റ് ഓൺ ദ ഹിൽസ്. ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന പാഠം നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ. യെസ്, സെറ്റാണ്. ഫെൽ വെരി സാഡ് ഓൺ ദ അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്റർ. പെങ്ങൾ മരിച്ചപ്പോൾ, സിസ്റ്റർ മരിച്ച സമയത്ത് നമ്മുടെ ചെക്കന് ഭയങ്കര വിഷമമായിട്ടോ. ഹു ഹാഡ് എൻകറേജ്ഡ് ഹിം ഓൾവേസ്. ആ സിസ്റ്റർ ആയിരുന്നു അവനെ മാക്സിമം എൻകറേജ് ഒക്കെ ചെയ്തിട്ട് ധൈര്യം നൽകിയതൊക്കെ ആരായിരുന്നു? നമ്മുടെ സിസ്റ്റർ ആയിരുന്നു. ആ സിസ്റ്റർ മരിച്ചപ്പോൾ അവന് പാവം നല്ല വിഷമമായി. ഹി ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഷെയറിംഗ് ദിസ് തോട്ട്. അവൻ്റെ ചിന്തകളൊക്കെ അവൻ ഒരാളോട് ഷെയർ ചെയ്യണം. അതൊരു ലെറ്റർ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അവൻ കരുതുകയാണ്, പ്രിപ്പയർ ചെയ്ത്. ലൈക്ക് ലെറ്റർ, ആ ഒരു ലെറ്റർ നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? യെസ്, അതെങ്ങനെ എഴുതും? അതിൻ്റെ ഇൻഫോർമൽ ലെറ്റർ ആണെന്ന് മനസ്സിലായല്ലോ. ഫ്രണ്ടിനാണ് എഴുതുന്നത്, അപ്പോൾ ഇൻഫോർമൽ ലെറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് വേണം. യെസ്, ദിസ് ഈസ് ദ ഇൻഫോർമൽ ലെറ്റർ. അതിൻ്റെ ഫോർമാറ്റ്, യെസ്, ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ആണ്. അപ്പോൾ മറന്നു വരുത്, ഇൻഫോർമൽ ലെറ്റർ ആകുന്ന സമയത്ത് റൈറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം. അഡ്രസ്സ് മാത്രം എഴുതുക. ഇത് ആരാ എഴുതണം? ആ ബോയ് ആണല്ലോ. ആ ബോയിൻ്റെ പേര് എഴുതണോ? ഇല്ല, ആ ബോയിൻ്റെ പേര് ഇതാ അടിയിൽ എഴുതണ്ടേ, നെയിം ഓഫ് ദ റൈറ്റർ. ബോയിൻ്റെ പേര് ഏതെങ്കിലും ഒരു പേര് ഇട്ട് കൊടുക്കുക. ബോയ്, ഓക്കെ, ബോയിന്ന് കൊടുക്കണ്ട, ബോയിൻ്റെ ഒരു പേര് കൊടുക്കുക. അവിടെ കൊടുക്കുക, സൈനും കൊടുക്കുക, യുവേഴ്സ് അഫെക്ഷനേറ്റ്ലിയും കൊടുക്കുക, ഫസ്റ്റ് അഡ്രസ്സ് കൊടുക്കുക, യെസ്, ഡേറ്റ് കൊടുക്കുക, മൈ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതിയിട്ട് നമുക്ക് എന്താക്കാം? ബോഡി ഓഫ് ദ ലെറ്റർ. എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത്, ഡെഫിനറ്റ് നിങ്ങൾക്കല്ല, ബോയ്ക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? എനിക്കിങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, മാക്സിമം എൻകറേജ്മെൻ്റ് ഒക്കെ നൽകുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു, പക്ഷേ പെട്ടെന്ന് മരിച്ചുപോയി, എനിക്ക് വിഷമം താങ്ങാൻ കഴിയുന്നില്ല. ഐ ഹോപ്പ് യു കുഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊക്കെ എന്താക്കാം? ഫ്രണ്ടിനോട് പറയാം. ഒരു ഫ്രണ്ടിനോട് നമ്മൾ എന്താക്കും? നമ്മളെ വിഷമങ്ങൾ ഷെയർ ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് വരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ടോപ്പിക് ഇഷ്ടമായെങ്കിൽ, ലെറ്ററിൻ്റെ മാർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിട്ടും, ഇത് ഓക്കെയാണ്, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ് 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 യെസ്. ഇതാണ് അതിൻ്റെ ആൻസർ. അഡ്രസ്സ് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും മറന്നു പോകരുത്, അതിൻ്റെ സ്ട്രക്ചർ മറന്നു പോകരുത്. റൈറ്റേഴ്സ് അഡ്രസ്സ് പറഞ്ഞിരുന്നു. യെസ്, അതിൻ്റെ റൈറ്റേഴ്സ് അഡ്രസ്സ് അവിടെ കൊടുത്തുള്ളത്. ഈ അഡ്രസ്സ് കൊടുത്തു. യെസ്, അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിയർ ആരവ്, ഒരു പേര്, ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. യെസ്, ഇവിടെ ഡേറ്റും പ്ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നിങ്ങൾക്ക് സുഖമെന്ന് കരുതുന്നു. ഹൗ ഈസ് യുവർ ഫാമിലിയൊക്കെ സുഖമല്ലേ? ഹൗ ഈസ് യുവർ സിസ്റ്റർ? പെങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഓക്കെ, നിന്റെ പെങ്ങൾക്ക്, ഫ്രണ്ടിനോടാണ് പറയുന്നത്, ആരവിനോട് പറഞ്ഞു. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ മൈ പെയിൻ ടു യു. എൻ്റെ ഒരു വിഷമം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലെറ്റർ എഴുതുന്നത്. ആസ് യു നോ ദാറ്റ് മൈ സിസ്റ്റർ ഹാഡ് പാസ്ഡ് അവേ ബട്ട് ഹെർ മെമ്മറീസ് വർ സ്റ്റിൽ ഇൻ മൈ തോട്ട്സ്. എൻ്റെ സിസ്റ്റർ മരിച്ചുപോയി, പാവം, പക്ഷെ അവളുടെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഷീ ഓൾവേസ് യൂസ് ടു ഗിവ് മീ അഡ്വൈസസ്. എനിക്ക് അവൾ എപ്പോഴും ഉപദേശങ്ങളൊക്കെ തരാറുണ്ടായിരുന്നു. ഷീ ഈസ് മൈ ബാക്ക് ബോൺ. എൻ്റെ ബാക്ക് ബോൺ ആണ്, എല്ലാത്തിൻ്റെയും ഒരു ഉറപ്പാണ്, എനിക്ക് എല്ലാത്തിനും പിൻബലമായിരുന്നു അവൾ. അക്കോർഡിംഗ് ടു ഹർ, ഇഫ് യു വാണ്ട് ടു ഡു എനിത്തിങ് ബെസ്റ്റ് ദെൻ വി വാണ്ട് ടു ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ വി ലവ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതെന്തായിരിക്കും? അത് ബെസ്റ്റായി മാറും എന്ന് അവൾ പറയാറുണ്ടായിരുന്നു. ദിസ് ക്രിയേറ്റ് എ ബിഗ് ബോണ്ട് ബിറ്റ്വീൻ അസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബന്ധം, ഒരു ബോണ്ട്, ഓക്കെ, അത് നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. ഐ ഹാഡ് ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ സ്റ്റാർട്ട് പെയിന്റിംഗ് ഫോർ ഹർ. ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പെയിന്റിങ് വരയ്ക്കും. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞില്ലായിരുന്നു? അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പെങ്ങളെയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താക്കും? ചിത്രം വരയ്ക്കാൻ തുടങ്ങും. അവർ ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉപദേശങ്ങൾ നൽകിയത് ആരാണ്? സിസ്റ്ററാണ്. ഐ എം ഷുവർ ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട് ബിക്കോസ് ഷീ ഈസ് മൈ ബെസ്റ്റ് പാർട്ട്. അവളാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടും, എനിക്ക് ഉറപ്പാണ്. ഐ നോ ഐ എം എ പേഴ്സൺ വിത്ത് നോ കോൺഫിഡൻസ്. എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണെന്ന് എനിക്കറിയാം. ബട്ട് ഹെർ ലവ് ഗെയിൻസ് മീ കോൺഫിഡൻസ് ടു ഗ്രോ. പക്ഷെ അവളുള്ള ആ ഒരു സ്നേഹമുണ്ടല്ലോ, എന്നിൽ ആ ഒരു കോൺഫിഡൻസ് വളർത്താൻ എന്നെ സഹായിക്കുന്നുണ്ട്. ഐ ഹാഡ് നോ വൺ ടു ഷെയർ ദിസ് സോറോ. എൻ്റെ ഈ ഒരു വിഷമം വേറെ ആരോടും പറയാനില്ല. സോ ദാറ്റ് ഐ ജസ്റ്റ് റോട്ട് എ ലെറ്റർ ടു യു. ഞാൻ നിന്നോട് ഈ ഒരു ലെറ്റർ, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നിന്നൊക്കെ ഈ ഒരു ലെറ്റർ എഴുതിയത്. കൺക്ലൂഡിങ് ലെറ്റർ യു ഹവ് ലവിംഗ്ലി JD. ഇതിൻ്റെ പേരിൻ്റെ കൊടുത്താണ് സൈൻ. നിങ്ങൾക്ക് എന്താക്കാം? ഇവിടെ ആരവാണല്ലോ, യെസ്, അല്ല, ഡിയർ ആരവ് ഫ്രണ്ടാണ്. ഓക്കെ, ഇത് എഴുതുന്ന ആൾ ബോയ്ക്ക് മറ്റൊരു പേര് കൊടുക്കാം, ഇവിടെ മറ്റൊരു പേര് കൊടുക്കാം, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? യെസ്, ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലെ നമ്മളെ ലൈവിൻ്റെ
സ്ലൈഡും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ചെയ്ത് വെച്ച കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിച്ചോ, ലെറ്റർ പഠിച്ചോ, അതിൻ്റെ മാർക്ക് മിസ് ചെയ്യേണ്ട. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ ധാരാളം വീഡിയോസ് ഇനിയും വരും, അത് കിട്ടുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാം. അത് മാത്രമല്ല ഇനി എന്ത് വീഡിയോ ആണ് നെക്സ്റ്റ് വേണ്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി താങ്ക് യു എവരിവൺ. ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ഇറ്റ്സ് ബൈ. താങ്ക് യു.